ഹലോ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്റർഫറൻസിന്റെ ഡിസ്കസ് ചെയ്തു. ഇന്റർഫറൻസിന്റെ ഏത് ഫേസ് ഡിഫറൻസിലാണ് ഏത് പാത്ത് ഡിഫറൻസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കി. നമ്മൾ രണ്ട് സക്സസീവ് ബ്രൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ രണ്ട് സക്സസീവ് ഡാർക്ക് ബാൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ബാൻഡ് കണ്ടുപിടിച്ചു. ലാംഡ ക്യാപിറ്റൽ ഡിഗ്രി 1/small d നമ്മൾ കണ്ടുപിടിച്ചു. അതൊക്കെ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. അപ്പൊ അതിൽ ആക്ച്വലി പറയാൻ വിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തരം ലൈറ്റ് ആണ് ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുക നമ്മൾ പറഞ്ഞില്ല. നമ്മൾ രണ്ട് ലൈറ്റ് സോഴ്സ് വന്നു, കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഫേസ് ഡിഫറൻസ്, ഇന്റൻസിറ്റി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഏത് ഫേസ് ഡിഫറൻസിലാണ്, ഏത് പാത്ത് ഡിഫറൻസിലാണ് ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുക ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ ഏത് തരം ലൈറ്റ് ആണ്, അത് എല്ലാ തരം ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുമോ, ഏത് തരം ലൈറ്റ് ആണ് ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തില്ല, ഡിസ്കസ് ചെയ്തില്ല. അപ്പോ കൊഹിറന്റ് ആയിട്ടുള്ള ലൈറ്റ് സോഴ്സസ് ആണ് ആക്ച്വലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. കൊഹിറന്റ് സോഴ്സസ്. ഓക്കെ, കൊഹിറന്റ് സോഴ്സസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് കൊഹിറന്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൊഹിറന്റ് സോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സോഴ്സസ് കൊഹിറന്റ് ആവണമെന്നുള്ള കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം. സെയിം ആംപ്ലിറ്റ്യൂഡ്, രണ്ടിനും സെയിം ഫ്രീക്വൻസി ആയിരിക്കണം, രണ്ടിനും സെയിം വേവ് ലെങ്ത് ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ടിനും ഒരു കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടാവണം. കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ രണ്ട് ലൈറ്റ് സോഴ്സസ് കൊഹിറന്റ് ആണെന്ന് പറയുന്നെങ്കിൽ രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, രണ്ടിന് വേവ് ലെങ്ത് സെയിം ആയിരിക്കണം, രണ്ടിന് ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. മാത്രമല്ല ഫേസ് ഡിഫറൻസ് രണ്ടും തമ്മിലുള്ള എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം. അതായത് ഫേസ് ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കണം. അതായത് പകുതിക്ക് വെച്ചിട്ട് ഫേസ് ഡിഫറൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൈറ്റുകളാണ് നമ്മൾ വിളിക്കുക കൊഹിറന്റ് സോഴ്സസ് എന്ന് വിളിക്കുക. കൊഹിറന്റ് സോഴ്സസ് മാത്രമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാ ലൈറ്റ്സും ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല, കൊഹിറന്റ് സോഴ്സസ് മാത്രമാണ് ഇന്റർഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. സാധാരണ രണ്ട് ലൈറ്റുകളെ, രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ഡിഫറൻറ്റ് സോഴ്സ് എടുത്തിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊഹിറൻസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റർഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു എളുപ്പപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ സോഴ്സ് ഓഫ് ലൈറ്റ് എടുക്കുക, അതിന് എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടെണ്ണം ലൈറ്റാക്കി എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഒരൊറ്റ കൊഹിറന്റ് സോഴ്സ് എന്ത് ചെയ്യുക, നമ്മൾ രണ്ട് ലൈറ്റ്സ്, നേരത്തെ നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റിലുണ്ട്, നമ്മൾ ഒരൊറ്റ സോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്തു, അത് രണ്ട് സ്ലിറ്റിൽ കൂടെ കടത്തി വിടുകയാണ് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്തു, നമുക്ക് രണ്ട് സോഴ്സ് പോലെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് ഇൻഡിപെൻഡന്റ് സോഴ്സ് എടുക്കുന്നതിന് പകരം എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, ഒറ്റ സോഴ്സ് എടുത്തിട്ട് അതിന് രണ്ടെണ്ണാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് കൊഹിറന്റ് സോഴ്സ് കിട്ടും. വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, എന്താ പറയാ, നമ്മൾ രണ്ട് ലൈറ്റ് സോഴ്സുകൾ രണ്ട് കൊഹിറന്റ് സോഴ്സ് ലൈറ്റുകൾ കമ്പൈൻ ചെയ്തിട്ട് ഇന്റർഫറൻസ് കിട്ടുമ്പോൾ നമുക്ക് ബ്രൈറ്റ് ഡാർക്ക് അങ്ങനെയാണ് നമുക്ക് പാറ്റേൺ കിട്ടിയതെന്ന് പറഞ്ഞു. ഇനി സപ്പോസ് നമ്മൾ എടുക്കുന്ന ലൈറ്റ് രണ്ട് വൈറ്റ് ലൈറ്റ് ആണ് വിചാരിക്കുക, നമ്മൾ എടുത്തിട്ടുള്ള ലൈറ്റ് വൈറ്റ് ലൈറ്റ് ആണ് വിചാരിക്കുക. അങ്ങനെ വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ ഇന്റർഫറൻസിന് വേണ്ടി യൂസ് ചെയ്യണതെങ്കിൽ നമുക്ക് കിട്ടിയതുപോലെ ബ്രൈറ്റ് ഡാർക്ക് ആയിട്ടുള്ള കിട്ടുക. നമുക്ക് എന്താ കിട്ടുക, സെൻട്രൽ എന്ത് കിട്ടും, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കിട്ടും. ഓക്കെ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിക്ക് റെഡ് മുതൽ വയലറ്റ് വരെയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും റെഡ് മുതൽ വയലറ്റ് വരെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ്, അതായത് വിബ്ജിയോർ ഓർഡറിൽ കിട്ടും. വിബ്ജിയോർ ഓർഡറിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരൊറ്റ നമ്മൾ വൈറ്റ് ലൈറ്റ് ആണ് ഇന്റർഫറൻസിന് വേണ്ടി യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, സെൻട്രലിൽ നമുക്ക് ബ്രൈറ്റ് ആയിട്ട് ഒരു വൈറ്റ് കളർ കിട്ടും. അതിന്റെ ലെഫ്റ്റ് സൈഡിക്ക് റെഡ് മുതൽ വയലറ്റ് വരെ, അതിന്റെ റൈറ്റ് സൈഡിക്കും റെഡ് മുതൽ വയലറ്റ് വരെയുള്ള കളേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർഫറൻസ് കിട്ടുക. ഇനി സപ്പോസ് മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക. മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വേവ് ലെങ്ത് ഉണ്ട്. ഇപ്പോൾ വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വയലറ്റ് മുതൽ റെഡ് വരെ ഉണ്ട്, ഒരുപാട് വേവ് ലെങ്ത്തുകൾ കൂടി കുഴഞ്ഞിട്ട് കിടക്കുന്നതാണ് എന്ത്, വൈറ്റ് ലൈറ്റ്. പക്ഷെ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെയാണ് നമ്മൾ വിളിക്കുക മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് വിളിക്കുക. മോണോക്രോമാറ്റിക് ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുള്ളൂ, ഇതേപോലെ ബ്രൈറ്റ് ഡാർക്ക് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ മോണോക്രോമാറ്റിക് ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ബ്രൈറ്റ് ഡാർക്ക് ആയിട്ട് കിട്ടും. നമ്മൾ വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും, നമുക്ക് സെൻട്രൽ വൈറ്റ്, പിന്നെ റെഡ് മുതൽ വയലറ്റ് വരെ എന്ത് ചെയ്യും, നമുക്ക് അതുപോലെയാണ് പാറ്റേൺ കിട്ടുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫ്രെനൽസ് ഡബിൾ മിറർ. ഫ്രെനൽസ് ഡബിൾ മിറർ അതായത് ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പാണ്, നമുക്ക് ഇന്റർഫറൻസ് കിട്ടാനുള്ള ഒരു സെറ്റപ്പാണ്. സിമ്പിൾ ആണ്. നമുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിറർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോ ഇത് ആദ്യത്തെ മിറർ,
ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ മിറർ, ഇത് രണ്ടാമത്തെ മിറർ. ഓക്കെ, ഈ രണ്ട് മിററുകൾ തമ്മിൽ ഒരു ചെറിയൊരു ആംഗിൾ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു ആംഗിൾ ഡിഫറൻസ് തീറ്റ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, നമ്മളിവിടെ ഒരു സോഴ്സ് എസ് വെച്ചു. ഓക്കെ, സോ ആ സോഴ്സ് എസ് നിന്ന് ലൈറ്റ് ഇതിന്റെ മുകളിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തു. എന്ത് ചെയ്തു, ലൈറ്റ് റിഫ്ലക്ട് ചെയ്തു. നമ്മളിവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഈ ലൈറ്റ്, സോഴ്സ് ലൈറ്റ് ഇവിടേക്ക് വന്നു. എന്ത് ചെയ്തു, ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, സോ ലെറ്റ് മിറർ M1, ഇത് മിറർ M2. ഓക്കെ, ഇത് പോയിന്റ് നമുക്ക് എന്താ കൊടുക്കാം, എ കൊടുക്കാം. ഇത് പോയിന്റ് ബി കൊടുക്കാം. നമുക്ക് പോയിന്റ് സി കൊടുക്കാം. പോയിന്റ് ഡി, പോയിന്റ് ഇ. അപ്പൊ ആദ്യത്തെ ലൈറ്റ് ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്തു, ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തു. രണ്ടാമത്തെ ലൈറ്റ് ഇങ്ങനെ വന്നു, ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തു പോയി. ഓക്കെ, സോ ഈ രണ്ട് ലൈറ്റിന് നമുക്ക് പിന്നിലേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. പിന്നിലേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ റിഫ്ലക്ട് ചെയ്ത ലൈറ്റിന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നിലേക്ക് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റിന് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് പിന്നിലേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, അത് രണ്ടും കൂടിയിട്ട് ഒരൊറ്റ പോയിന്റിൽ പോയി ജോയിൻ ചെയ്യും. അതിന് നമുക്ക് S1 എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ലൈറ്റ് റേന് നമ്മൾ പിന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ റേന് നമ്മൾ പിന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഒന്ന് കിട്ടും, നമുക്ക് രണ്ടും കൂടി ഒരൊറ്റ പോയിന്റ് കൺവേർട്ട് ചെയ്യും. അത് S1 ആയി കൊടുത്തു. അതേപോലെ തന്നെ രണ്ടാമത്തെ മിറർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സോഴ്സ് ഇവിടെ വന്ന് തട്ടി എന്ത് ചെയ്യും, ഇത് റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകും. രണ്ടാമത്തെ മിറർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് എഴുന്നേറ്റിരുന്നു. അപ്പോൾ മിറർ ഇവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ട് പോകും. ഇത് പോയിന്റ് പി, പോയിന്റ് ഡി ആണല്ലോ ഉദ്ദേശിച്ചത്, പോയിന്റ് ഡി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് സോഴ്സ് ലൈറ്റ് വരുവാണെങ്കിൽ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഇത് നേരെ ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇനി നേരത്തെ പോലെ തന്നെ ഇപ്പോൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ സോഴ്സ് ഇവിടെ വന്ന് തട്ടി ഇങ്ങോട്ട് പോയി, അതുപോലെ തന്നെ ഇവിടെ വന്നു. സോ ഇത് രണ്ടും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം നമുക്ക്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് പോയി, അതുപോലെ തന്നെ ഓക്കെ. അപ്പോൾ രണ്ടും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മീറ്റ് ചെയ്യണം. അപ്പോൾ S2 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് മിറർ M1 M2 എന്ന് പറഞ്ഞ രണ്ട് മിറർ നമ്മൾ കൺസിഡർ ചെയ്തു. ഒരു സോഴ്സ് എസ് കൺസിഡർ ചെയ്തു. ആ സോഴ്സ് എസ് നിന്ന് ഒരു ലൈറ്റ് വന്ന് ഇവിടെ തട്ടി എന്ത് ചെയ്തു, അത് നേരെ റിഫ്ലക്ട് ചെയ്തിട്ട് പോയിന്റ് ഡിക്ക് പോയി. അതേപോലെ തന്നെ മിറർ എയുടെ ഏറ്റവും എൻഡിൽ പോയി ടച്ച് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്തു, അത് നേരെ എവിടേക്ക് പോയി, പോയിന്റ് ഇയിലേക്ക് പോയി. ഓക്കെ, ആ രണ്ട് റിഫ്ലക്ട് ചെയ്ത ലൈറ്റ് നമ്മൾ പിന്നിലേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഇത് രണ്ടും കൂടി S1 എന്ന് പറയുന്ന ഒരു വിർച്വൽ സോഴ്സിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു, പോയി മീറ്റ് ചെയ്തു. അതേപോലെ ഈ പോയിന്റ് എന്നുള്ള ലൈറ്റ് ബിക്ക് എത്തുമ്പോൾ ബിയിൽ റിഫ്ലക്ട് ചെയ്തിട്ട് അത് എവിടേക്ക് പോയി, ഡിക്ക് പോയി. ഇവിടുന്ന് ഏറ്റവും അടിയിലേക്ക് വന്നിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് എവിടേക്ക് പോയി, അത് F എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോയി. അതിന് നമ്മൾ പിന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ചെയ്തു, അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് S2 എന്ന് കൊടുത്തു. അതൊരു വിർച്വൽ സോഴ്സ് ആണ്. വിർച്വൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ട് റേ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് റേ ഇവിടെ ഒരു സോഴ്സ് വെച്ചിട്ട് നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വരുന്ന പോലെ ഇരിക്കും. ഓക്കെ, നിങ്ങൾ അത്ര ഡീറ്റെയിൽ അറിയാൻ വേണ്ട. അപ്പൊ തൽക്കാലം നമ്മൾ ഈ രണ്ട് റേസിനെ പിന്നിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, S1 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോയി മീറ്റ് ചെയ്തു. ഈ രണ്ട് റേസ് മിറർ M2 വരുന്ന രണ്ട് റേസിന് നമ്മൾ പിന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ പോയിന്റ് S2 പോയിട്ട് കൺവേർട്ട് ചെയ്തു. S1 S2 ഈ S1 S2 തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ d ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ മിറർ M1 എന്ന് റിഫ്ലക്ട് ചെയ്ത റേസ് എവിടെ എത്തി, ഇപ്പൊ ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ എത്തി, അതുപോലെ തന്നെ ഇവിടെ എത്തി. മിറർ M2 എന്നുള്ളതോ അത് ഇവിടേക്കും എത്തി, അതുപോലെ തന്നെ ഇവിടേക്കും എത്തി. അപ്പൊ ഈ ഒരു റീജിയണിൽ എന്താ സംഭവിക്കുന്നത്, രണ്ട് റേസും തമ്മിൽ എന്താണ് കമ്പൈൻ ചെയ്യണം അല്ലെ. മിറർ M1 ഇവിടെ തട്ടി ഇവിടേക്ക് പോയി, മിറർ M2 ഇവിടേക്ക് തട്ടി ഇവിടേക്ക് പോയി. അപ്പൊ ഈ രണ്ട് റീജിയൺ എന്താണ്, രണ്ട് മിറേഴ്സിന്റെയും റേസ് റിഫ്ലക്ട് ചെയ്തിട്ടുള്ള കോമൺ റീജിയൺ ആണ് ഈ റീജിയൺ മൊത്തം അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് സംഭവിക്കും, ഒരു ഇന്റർഫറൻസ് കൊടുക്കും. ഈ സോഴ്സ് കോഹിറന്റ് ആണോ, കോഹിറന്റ് ആണ്. കാരണം എന്താണ്, ഒരൊറ്റ സോഴ്സിൽ നിന്നാണ് രണ്ട് റേസും പോയിട്ടുള്ളത്. അപ്പൊ അതെന്താണ്, കോഹിറന്റ് സോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ റീജിയണിൽ ഈ DF എന്ന് പറയുന്ന ഈ റീജിയണിൽ എന്ത് സംഭവിക്കും, അവിടെ രണ്ട് റേസും കൂടി കമ്പൈൻ ചെയ്തിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, അവിടെ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് കിട്ടുന്നത് ആ പാറ്റേണിന്റെ ബാൻഡ് വിഡ്ത്ത് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതിന് മുന്നേ നമുക്ക് ഈ വിർച്വൽ സോഴ്സും അതുപോലെ തന്നെ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ക്യാപിറ്റൽ D ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പോയിന്റിന്റെ സെന്ററും സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് A ആക്കി കൊടുക്കാം. ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് B ആക്കി കൊടുക്കാം. അതായത് ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, രണ്ട് മിററും കൂടി കമ്പൈൻ ചെയ്യുന്ന പോയിന്റ്,
ആ ഡിസ്റ്റൻസുകളാണ് സോഴ്സ് മിററിക്കൽ ഡിസ്റ്റൻസ് ആണ് എ, ആ പോയിന്റ് നിന്ന് സ്ക്രീനിക്കൽ ഡിസ്റ്റൻസ് ബി. അപ്പോ ഡി ഈസ് ഈക്വൽ ടു എന്താണ് ഇവിടെ എ പ്ലസ് ബി ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്നത് ഈ ആംഗിൾ മാർക്ക് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു സ്ട്രെയിറ്റ് ട്രയാംഗിൾ ആണ്. ഈ ആംഗിള് 2θ എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഈ ആംഗിളും 2θ എന്ന് വിചാരിക്കാം. സോ ഈ പോയിന്റ് നമുക്ക് ഒന്നുകൊണ്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്കറിയാം ബാൻഡ് വിഡ്ത്ത് ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ് ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഇസ് ഈക്വൽ ടു എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്താണ് ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ആണ്. ഇവിടെ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് എ പ്ലസ് ബി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ഓക്കെ, നമുക്ക് സ്മോൾ ഡി എന്താണ് കിട്ടണം. സ്മോൾ ഡി കിട്ടാൻ എന്ത് ചെയ്യാം, ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ട്രയാംഗിൾ S1B/S2 കൺസിഡർ ചെയ്യാം. S1B/S2 ഈ ട്രയാംഗിൾ ഇതേ കൺസിഡർ ചെയ്യാം. ട്രയാംഗിൾ മാറ്റി വരയ്ക്കാം. ഇതാണ് ട്രയാംഗിൾ S1S2B, ഈ ആംഗിൾ 2θ. ഈ സൈഡ് ഡി ആണ്. ഓക്കെ, സോ നമുക്കറിയാം ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇവിടെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2θ ഈസ് ഈക്വൽ ടു ആർക്ക് എന്ന് പറയുന്നത് S1S2 ആണ്. S1S2 എന്താണ് ഡി ആണ് ഡിസ്റ്റൻസ്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്താണ് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്താണ് ഇവിടെ എ ആണ് അല്ലെ. സോ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. Therefore, d is equal to 2aθ. Okay. Therefore, beta is equal to lambda into a plus b divided by 2aθ. So, ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, ഫ്രണ്ടൽ ഡബിൾ മിററിൽ കിട്ടുന്ന ഇന്റർഫറൻസ് പാറ്റേണിന്റെ ബാൻഡ് വിഡ്ത്ത്. രണ്ട് സക്സസീവ് ബ്രൈറ്റും രണ്ട് സക്സസീവ് ഡാർക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ആണ്. ജസ്റ്റ് ഈ ഫിഗർ മാത്രമായിട്ട് ഒരു സോഴ്സിൽ നിന്ന് എയിലേക്ക് ഒരു റേ പോയി, എയുടെ എൻഡിലേക്ക് റേ പോയി, രണ്ടും റിഫ്ലക്ട് ചെയ്തു, ഒന്ന് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തു, ഒന്ന് താഴെ റിഫ്ലക്ട് ചെയ്തു. ബിയിലേക്ക് പോയി, ഒന്ന് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തു, ഒന്ന് നേരെ റിഫ്ലക്ട് ചെയ്തു. രണ്ടും നമ്മൾ പിന്നിൽ എക്സ്റ്റെൻഡ് ചെയ്ത് S1 S2 എന്ന് പറഞ്ഞ രണ്ട് വെർച്വൽ സോഴ്സിൽ എത്തുക. പിന്നെ എന്ത് ചെയ്യുക, ഈ രണ്ട് മിറേഴ്സ് തമ്മിൽ ചെറിയൊരു ആംഗിൾ തീറ്റയിലാണ്. S1 S2 പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ 2θ ആണ്, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 2θ ആണ്. ഇപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക, ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും ഫ്രണ്ടൽ ഡബിൾ മിററിന്റെ ഇക്വേഷൻ കിട്ടും, ബാൻഡ് വിഡ്ത്തിനുള്ള ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്ട് തിൻ ഫിലിംസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റർഫറൻസ് പാറ്റേണിന്റെ ഇക്വേഷൻ കൂടി നമുക്ക് നോക്കണം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.